നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. CPIഎമ്മിന്റെ നേതൃത്വത്തിൽ ലോനപ്പൻ നമ്പാടൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കാട്ടാന ശല്യം ഒഴിവാക്കാനായി അതിരപ്പിള്ളി മേഖലയിൽ സ്ഥാപിച്ച സൗരോർജ തൂക്കുവേലി കാട്ടാനക്കൂട്ടം തകർത്തു. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിസ തട്ടിപ്പ് കേസിൽ ഒരാളെ കൊരട്ടി പോലീസ് പിടികൂടി. ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബ്ബ് ഏർപ്പെടുത്തിയ നവഭവ സുവർണമുദ്ര കഥകളി നടൻ കലാമണ്ഡലം ആദിത്യന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. CPIഎമ്മിന്റെ നേതൃത്വത്തിൽ ലോനപ്പൻ നമ്പാടൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ മന്ത്രിയും ദീർഘകാലം MLA, MP, പഞ്ചായത്ത് അംഗം എന്നീ നിലകളിലും കേരളത്തിലെ പ്രഗത്ഭനായ നർമ്മ പ്രാസംഗികനും ആയിരുന്ന ലോനപ്പൻ നമ്പാടൻ മാസ്റ്ററുടെ 13ാം ചരമവാർഷിക ദിനാചരണം പേരാമ്പ്ര സെന്ററിൽ CPIഎം ഏരിയ കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. PR പ്രസാദൻ, CM ബബീഷ്, KD അപ്പച്ചൻ, KG രജീഷ്, E ഗിരീഷ് കുമാർ, നമ്പാടൻ മാസ്റ്ററുടെ മകൻ സ്റ്റീഫൻ നമ്പാടൻ എന്നിവർ സംസാരിച്ചു. മറികടന്നു. ഇപ്പോൾ ബാക്കിയുള്ളവരെ കൂടി ആ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ ഗവൺമെന്റിന് കഴിഞ്ഞു. ഈ അടുത്ത മാസം ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം, കേരള സംസ്ഥാനം, അതിദരിദ്രർ ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്ന പ്രഖ്യാപനം നടത്താനിരിക്കുകയാണ്. കാട്ടാന ശല്യം ഒഴിവാക്കാനായി അതിരപ്പിള്ളി മേഖലയിൽ സ്ഥാപിച്ച സൗരോർജ തൂക്കുവേലി കാട്ടാനക്കൂട്ടം തകർത്തു. ഇതോടെ കോടികൾ മുടക്കി സ്ഥാപിച്ച പദ്ധതി ഉപകാരമില്ലാതെയായി. വെറ്റിലപ്പാറ, പിള്ളപ്പാറ, പായമ്മക്കടവ് എന്നിവിടങ്ങളിൽ ഈ അടുത്ത് സ്ഥാപിച്ച സൗരോർജ തൂക്കുവേലിയാണ് ആഴ്ചകൾ പിന്നിടും മുമ്പേ തകർന്നു വീണത്. വെറ്റിലപ്പാറ, പിള്ളപ്പാറ എന്നിവിടങ്ങളിൽ ഓരോ സ്ഥലത്തും പായമ്മക്കടവിൽ 3ഇടത്തുമാണ് തൂക്കുവേലി കാട്ടാനക്കൂട്ടം തകർത്തിരിക്കുന്നത്. തൂക്കുവേലി നിർമ്മാണത്തിലെ അപാകതയാണ് ആനക്കൂട്ടത്തിന് തൂക്കുവേലികൾ തകർക്കാൻ എളുപ്പമായതെന്നാണ് ആരോപണം. വേലിയോട് ചേർന്ന് നിൽക്കുന്ന മരച്ചില്ലകൾ വേലികളിൽ തട്ടുന്നതുമൂലം വൈദ്യുതിയുടെ പ്രവാഹം കുറയും. ഈ ഭാഗങ്ങളിലാണ് വേലികൾ കൂടുതലായും തകർന്നിരിക്കുന്നത്. വേലി നിർമ്മാണം ശാസ്ത്രീയമല്ലെന്ന് വനം വകുപ്പ് പ്ലാന്റേഷൻ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗനിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. നബാർഡിൻ്റെ സഹകരണത്തോടെ ചാലക്കുടി വനം ഡിവിഷനിൽ 2.24 കോടി രൂപ ചെലവിട്ടാണ് വൈദ്യുതി വേലി സ്ഥാപിച്ചത്. ചാലക്കുടി പുഴയോരത്ത് അതിരപ്പിള്ളി, പരിയാരം പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന വിരിപ്പാറ മുതൽ കണ്ണംകുഴിത്തോട് വരെയുള്ള 18 കിലോമീറ്റർ ഭാഗത്താണ് വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കുന്നത്. ഇതിനു പുറമെ ചാലക്കുടി, വാഴച്ചാൽ ഡിവിഷനുകളിലായി 80 കിലോമീറ്ററോളം ദൂരത്തിലും വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കുന്നുണ്ട്. ഇത്രയും അധികം ദൂരത്തിൽ സൗരോർജ തൂക്കുവേലി സ്ഥാപിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ്. വന്യജീവികളുടെ ശല്യം ഒഴിവാക്കാനായി ട്രഞ്ച്, വൈദ്യുത വേലി എന്നിവ സ്ഥാപിച്ചിട്ടും ഫലമില്ലാതായതോടെയാണ് സൗരോർജ തൂക്കുവേലി പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചത്. എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണവും കെടുകാര്യസ്ഥതയും മൂലം കോടികൾ ചിലവിട്ട ഈ പദ്ധതിയും അവതാളത്തിലായി. ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ആനേനെ ഓടിക്കലായിരുന്നു എൻ്റെ പണി. അല്ലാണ്ട് കുടുംബത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയായി. ഇപ്പോൾ ഈ ഫെൻസിങ് ഇട്ടിപ്പോൾ ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചു. ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത് എൻ്റെ ഒരു നിർദ്ദേശം എങ്ങനെയാ വെച്ചാൽ പണി കഴിഞ്ഞ് പോകുന്നിടത്തോളം ചാർജ് ചെയ്ത് പോവുക. നമ്മുടെ ഈ വെറ്റലപ്പാറ പ്രദേശത്ത് എന്നും നിത്യേന എന്ന് പറഞ്ഞ മാതിരി ആനയുടെ ശല്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അറുതി വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫെൻസിങ് സിസ്റ്റം ഓർഡറായി വന്നത്. പക്ഷേ ഈ ഫെൻസിങ് കൊണ്ട് നമുക്ക് ഒരു ഉപകാരമോ ഉണ്ടായിട്ടില്ല. കാരണം ആന അതിൻ്റെ കാലുകൾ ചവിട്ടി മറിച്ച് അലൂർ മൊഴി തുടങ്ങി പിള്ളപ്പാറ വരെ ഇവർ വേലിയിട്ടുണ്ട്. ഈ വേലി അവിടെ നിന്ന് 4 സ്ഥലത്താണ് ഈ സാധനം പൊളിച്ചേക്കുന്നത്. ആന 10-13 ആന വന്നിട്ടാണ് ഇത് കംപ്ലീറ്റ് പൊളിച്ചേക്കണത്. ഞായറാഴ്ച ഈ സാധനം പൊളിച്ചിട്ട് ഇവരോട് കോൺട്രാക്ടർ വിളിച്ച് പറഞ്ഞു, ഈ സാധനം വന്ന് ശരിയാക്ക്, ആന കയറും.
അവരത് ഒരു ഭാഗ്യം പറ്റില്ല. കാരണം ഇന്നാണ് അവർ രാവിലെ ഇത് കെട്ടാൻ വന്നതാണ്. ഇന്നലെ മിഞ്ഞാന്ന് ആന ഇവിടെ കയറി തവിട്ട് പൊടിയാക്കിയിട്ടുണ്ട് ഇവിടെ ഇത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. വരന്തരപ്പള്ളി സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ 54 വയസ്സുള്ള ശിവാനന്ദനെയാണ് ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ജഡ്ജ് വിവിജ സേതുമോഹനനാണ് ശിക്ഷ വിധിച്ചത്. 2016 നവംബറിലായിരുന്നു സംഭവം. അതിജീവിതയ്ക്കെതിരെ ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. വരന്തരപ്പള്ളി പോലീസാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും 12 സാക്ഷികളെയും 19 രേഖകളും 6 തൊണ്ടി വസ്തുക്കളും പ്രതിഭാഗത്തുനിന്ന് 1 സാക്ഷിയെയും ഹാജരാക്കി. വരന്തരപ്പള്ളി SI ആയിരുന്ന MD അന്ന രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തിയ കേസിൽ ഇൻസ്പെക്ടറായിരുന്ന SP സുധീരനാണ് തുടരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. ലൈസൺ ഓഫീസർ TR രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. പിഴയൊടുക്കാതിരുന്നാൽ 3 മാസത്തെ കഠിന തടവ് അനുഭവിക്കണം. പിഴ സംഖ്യ അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും കൂടാതെ അതിജീവിതയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുവാനും ഉത്തരവിൽ പറയുന്നു. പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പോൾ പുല്ലോക്കാരൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ യൂജിൻ മാസ്റ്റർ, രാജു മാസ്റ്റർ, മിനി ടീച്ചർ എന്നിവർ പങ്കെടുത്തു. വിസ തട്ടിപ്പ് കേസിൽ ഒരാളെ കൊരട്ടി പോലീസ് പിടികൂടി. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി കരിവാത്തൊടി വീട്ടിൽ 55 വയസ്സുള്ള ബഷീറിനെയാണ് കൊരട്ടി പോലീസ് കൽപ്പറ്റയിൽ നിന്ന് പിടികൂടിയത്. മേലൂർ പൂലാനി സ്വദേശി പേരുക്കുടി വീട്ടിൽ അഭിഷേകിൽ നിന്നും സിംഗപ്പൂരിൽ ജോലി വാഗ്ദാനം ചെയ്ത് 80,000 രൂപ വാങ്ങുകയും പിന്നീട് വിസ നൽകുകയോ അല്ലെങ്കിൽ പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് ലഭിച്ച പരാതിയിലാണ് ഇയാളെ പിടികൂടിയത്. കൊരട്ടി സ്റ്റേഷൻ പോലീസ് ഇൻസ്പെക്ടർ അമൃതരംഗൻ, SI മാരായ T ഷാജി, രജിമോൻ, ഷിബു, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ, സജീഷ്, ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബ്ബ് ഏർപ്പെടുത്തിയ നവഭവ സുവർണമുദ്ര കഥകളി നടൻ കലാമണ്ഡലം ആദിത്യന് സമർപ്പിച്ചു. വെസ്റ്റ് കൊരട്ടി തിരുനാരായണ ക്ഷേത്രം ഹാളിൽ നടന്ന അവാർഡ് സമർപ്പണ ചടങ്ങ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് മധു ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് P ശശിധരൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം ഋഷി, ശ്രീദേവൻ ചെറുമിറ്റം, RLV നീലകണ്ഠൻ എന്നിവർക്കും വിവിധ പുരസ്കാരങ്ങൾ നൽകി. ക്ഷമാരാജ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. ചാലക്കുടി മുരളീധരൻ, ശിവദാസൻ വടയത്ത്, K രാമൻകുട്ടി, KN ചന്ദ്രൻ, N രോഹിത് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന കിർമീരവധം കഥകളിയിൽ സിംഹികയായി കലാമണ്ഡലം ഹരിശങ്കറും കിർമീരനായി കലാമണ്ഡലം ജ്യോതിഷും ഭീമസേനായി കലാമണ്ഡലം ആകാശും അരങ്ങിലെത്തി. വൈകിട്ട് നടന്ന സുഭദ്രാഹരണം കഥകളിയിൽ കലാമണ്ഡലം ആദിത്യൻ ബലഭദ്രനായും ഗുരുകൃപ നർമ്മദ വാസുദേവൻ ശ്രീകൃഷ്ണായും അരങ്ങിലെത്തി. വൈകിട്ട് നടന്ന സുഭദ്രാഹരണം കഥകളിയിൽ കലാമണ്ഡലം ആദിത്യൻ ബലഭദ്രനായും ഗുരുകൃപ നർമ്മദ വാസുദേവൻ ശ്രീകൃഷ്ണായും അരങ്ങിലെത്തി. ഹരിശങ്കർ കണ്ണമംഗലം, ശ്രീദേവൻ ചെറുമിറ്റം, ജിഷ്ണു അത്തിപ്പറ്റ, നിരഞ്ജൻ എന്നിവർ പാട്ടിൽ അകമ്പടിയായി. ചെണ്ടയിൽ കലാമണ്ഡലം ശ്രീഹരി, കലാമണ്ഡലം ആകാശ്, കലാമണ്ഡലം സായിനാഥ് എന്നിവരും, മദ്ദളത്തിൽ കലാമണ്ഡലം സുധീഷ്, കലാമണ്ഡലം രാംദാസ്, RLV നീലകണ്ഠൻ എന്നിവർ പിന്നണിയും ഒരുക്കി. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററും ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ TN രാമൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ SIP യൂണിറ്റ് സെൻട്രൽ സർക്കിൾ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മാത്യു TS പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭൻ, സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ്, സ്കൂൾ മാനേജർ U പ്രഭാകരൻ എന്നിവർ ആശംസകൾ പറഞ്ഞു. അസിസ്റ്റന്റ് സ്കൂൾ ഹെഡ് ബോയ് പാർവൺ K രാജീവ് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പരിസ്ഥിതി ദിന സന്ദേശം ഉൾക്കൊള്ളുന്ന നൃത്തനൃത്യങ്ങൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്കൂൾ ഹെഡ് ഗേൾ ശ്രീഭദ്ര S സ്വാഗതവും കൃഷ്ണവേണി TB നന്ദിയും പറഞ്ഞു. നല്ല രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ
പരിസ്ഥിതി സന്തുലിതാവസ്ഥയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനുഷ്യനെ മറന്നുള്ള ഒരു പരിസ്ഥിതിയും പരിസ്ഥിതിയെ മറന്നുള്ള ഒരു മനുഷ്യനും രണ്ടും ഈ പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതല്ല. പരിസ്ഥിതി എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഘടകങ്ങളും, അതായത് മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുട്ടികളും മുതിർന്നവരും മൃഗങ്ങളും സസ്യങ്ങളും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,090 രൂപ, പവന് 72,720 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIഎമ്മിന്റെ നേതൃത്വത്തിൽ ലോനപ്പൻ നമ്പാടൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കാട്ടാന ശല്യം ഒഴിവാക്കാനായി അതിരപ്പിള്ളി മേഖലയിൽ സ്ഥാപിച്ച സൗരോർജ തൂക്കുവേലി കാട്ടാനക്കൂട്ടം തകർത്തു. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിസ തട്ടിപ്പ് കേസിൽ ഒരാളെ കൊരട്ടി പോലീസ് പിടികൂടി. ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബ്ബ് ഏർപ്പെടുത്തിയ നവഭവ സുവർണമുദ്ര കഥകളി നടൻ കലാമണ്ഡലം ആദിത്യന് സമർപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.